Yay! What's up, guys? Hello, subscribers. Nice to meet you guys. ബാക്കി ചോദിക്കേ നമ്മൾ വെള്ളിക്കിലേക്ക് പോകുന്ന വഴിയിലാണ്. നമ്മളിപ്പോൾ കൂവോട് എന്ന് പറഞ്ഞ സ്ഥലത്തിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. വളരെ പ്രശാന്ത സുന്ദരമായ സ്ഥലമാണെങ്കിലും ഇവിടെ ഇപ്പോൾ റോഡിന്റെ ഹൈവേ പണി നടക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാം, റോഡ് പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് നീയാ പറയണ്ട, നീയല്ലേ വ്ളോഗർ, നീ പറയണം. നമ്മുടെ കൂടെ ഉള്ളത് പറ. നമ്മളെ കൂടെ ഉള്ളത് റഹാൻ. ഇതെന്താ റെഡ് കാണിക്കുന്നത്? ഇവിടെ റെഡ് ഫോണില് അതുണ്ടാവും. അത് LED-ന്റെ ഷട്ടർ സ്പീഡിന്റെ. അപ്പോൾ ഗായ്സ്, നമ്മൾ അടുത്തതായിട്ട് നമ്മൾ സ്പോർട്സ് മോഡിലേക്ക് കാറ് ഇടാൻ പോവുകയാണ്. അപ്പോ സ്പോർട്സ് മോഡിലേക്ക് ഇടുന്ന സമയത്ത് നമ്മുടെ ഡിസ്പ്ലേയിൽ നമ്മുടെ പുതിയ നമ്മളെ ഈ ടെലിമെട്രി സിസ്റ്റം ഉണ്ടല്ലോ, ഇതിപ്പം മാറുന്നതായിരിക്കും. അപ്പൊ അത് നമുക്ക് ആദ്യം കാണിച്ചു കൊടുക്കാം അല്ലെ. ഇപ്പോൾ നമ്മൾ ഇപ്പം ഡയല് മാറി ഇപ്പോൾ സ്പോർട്സ് മോഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇതാ കാർ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ് കുട്ടികളെ. ഇപ്പോൾ സ്പോർട്സ് മോഡിന്റെ ഡിസ്പ്ലേ നമ്മളിപ്പോൾ അതിന്റെ ഇപ്പൊ കാണിച്ചിരിക്കുന്നത് സ്പോർട്സ് മോഡിന്റെ ഒരു ഡെമോ ആയിരുന്നു. അടുത്തതായിട്ട് നമ്മൾ കാണിക്കാൻ പോകുന്നത് കംഫർട്ട് മോഡാണ്. കംഫർട്ട് മോഡ് എന്ന് പറയുമ്പോൾ നമ്മൾ വളരെ ചിൽ ചെയ്ത് പോകുന്ന സമയത്ത് ഇടുന്ന മോഡാണ് കംഫർട്ട് മോഡ്. യെസ്. ഇനി നമ്മൾ കാണിക്കാൻ പോകുന്നതാണ് എക്കോ മോഡ്. ഇപ്പോൾ നമ്മൾ ഇന്ത്യയുടെ പെട്രോൾ സമ്പദ് വ്യവസ്ഥ സേവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം നമ്മളിപ്പോ എക്കോ മോഡിലാണല്ലോ. യെസ്. ബ്രേക്ക് അധികം പിടിച്ചാൽ പെട്രോൾ പോകും. യെസ്, എക്സാക്ട്ലി. അടുത്ത നമ്മൾ കാണിക്കാൻ പോകുന്നത് സൺറൂഫ്, അതിന്റെ പ്രവർത്തനങ്ങളെ കുറിച്ചിട്ടാണ്. സൺറൂഫ് നമ്മൾ ആക്ടിവേറ്റ് ചെയ്യുന്നത് ഈ ബട്ടൺ ഞെക്കിയിട്ടാണ്. ഞെക്കുന്നതോടുകൂടി സൺറൂഫ് തുറന്നു. അതെ, അങ്ങനെ ഈ കാറിന്റെ എല്ലാ ഫീച്ചേഴ്സും നമ്മൾ തീർത്തിരിക്കുകയാണ്. ആകെ ഇത്ര ഫീച്ചേഴ്സേ ഉള്ളൂ ഈ കാറിന്. അതാണ് സ്പീഡുണ്ട്. അത് മതി, വേറൊന്നും വേണ്ട. സ്പീഡും ഈ സൺറൂഫും പിന്നെ നമുക്ക് പറയാനുള്ള എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, ഈ കാറിന്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത, മറ്റുള്ള കാറുകളിൽ ഒന്നും ഇല്ലാത്തൊരു പ്രത്യേകത ഈ ബട്ടണാണ്. ഈ ബട്ടൺ നമ്മൾ ലെഫ്റ്റിലോട്ടേക്ക് ഇടുന്ന സമയത്ത് ഈ കാറിന്റെ ലെഫ്റ്റ് സൈഡിലുള്ള ലൈറ്റ്സ് ഒക്കെ ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. റൈറ്റിലോട്ടേക്ക് ഇടുന്ന സമയത്ത് റൈറ്റ് സൈഡിലുള്ള ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ചെയ്യും. അപ്പൊ പുറകിലുള്ളവർക്ക് മനസ്സിലാവും നമ്മൾ ലെഫ്റ്റിലോട്ടേക്കാണോ റൈറ്റിലോട്ടേക്കാണോ പോകുന്നത്. അത് ആ ഫീച്ചറിന്റെ പ്രത്യേകതയാണ് ഇൻഡിക്കേറ്റർ. ഇവിടെ ഉണ്ട്, ബാക്കിയുള്ള കാറിലും ഉണ്ട്. അതെ, ഇൻഡിക്കേറ്റർ. അത് ഇവിടെ ഇന്ത്യയിൽ ഇറങ്ങിയോ? അവര് അത് ഇറക്കി കളഞ്ഞല്ലേ. സാധാരണ അതുണ്ടല്ലേ ഇപ്പൊ. ഓക്കെ, കുഴപ്പമില്ല. ആ ലെഫ്റ്റില് ഒരു ഇൻഡിക്കേറ്റർ ലൈറ്റ് എന്ന് പറയുന്ന ഒരു ലൈറ്റ് ഉണ്ട് 4 സൈഡിലും. അതും മുമ്പില് ബാക്കില് ഇൻഡിക്കേറ്റർ ലൈറ്റ് ഉണ്ട്. അതുണ്ടല്ലേ, സ്വിഫ്റ്റിലെല്ലാം ഉണ്ട്. അതൊരു ഫീച്ചർ ആയിട്ട് പറയാൻ പറ്റില്ല. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയുള്ള സംഭവങ്ങൾ അത് ടച്ച് സ്ക്രീൻ ആണെങ്കിലും ഉള്ളിലോട്ടേക്കാ ഇല്ല, അത് അവിടെ തന്നെ നിൽക്കും. അത് പറഞ്ഞേക്കാത്തൊരു സാധനം. ഇത് നമ്മള് ഇവിടുന്ന് ഇങ്ങനെ ഏന്തി വിരിഞ്ഞ് നമ്മളിങ്ങനെ ചെയ്യേണ്ടതിന് പകരം നമ്മൾ ഇവിടുന്ന് നമുക്ക് ഇതിങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നത്. സൗണ്ട് കൂട്ടുന്നതൊക്കെ നമ്മുടെ സ്റ്റിയറിംഗ് നമ്മൾ കൺട്രോൾ ചെയ്യാം. അതിവിടെ ബട്ടൺ ഉണ്ട്. പാട്ട് വെച്ചിട്ടില്ല. നമുക്ക് വോയിസ് വെച്ചിട്ട് നമുക്ക് കാർ കൺട്രോൾ ചെയ്യാവുന്നതാണ്. ആപ്പിൾ കാർ പ്ലേ വഴി നമ്മൾ പറയുന്നത്.
ബാറ്ററി ഫുൾ ആയോ? ഇല്ല. So now the music is playing. മിനി വ്ലോഗ്. പാട്ട് വന്നിരിക്കുകയാണ്. മുനക്കാക്കിന്റെ അല്ലല്ല, എന്റെ പാട്ടല്ല. പക്ഷെ നമ്മൾ വിഷയത്തിൽ നിന്ന് തെന്നി മാറുന്നു. നമ്മൾ വെള്ളിക്കിലേക്ക് പോകുന്ന യാത്രയിലാണ്. അത് നീ പറയുന്നില്ല. വെള്ളിക്കിലേക്കുള്ള യാത്ര. അപ്പൊ പക്ഷെ വെള്ളിക്കലിനെ കുറിച്ചിട്ട് രണ്ടു വാക്ക് നീ സംസാരിക്കണ്ടേ? വെള്ളിക്ക് നല്ല സ്ഥലമാണ്. പിന്നെ വെള്ളിക്കല് പറയുന്നത് വെള്ളിക്കല് നല്ല വെള്ളമുണ്ട്. അവിടെ കടന്ന് ഊഞ്ഞാലാടാം. വെള്ളത്തിൽ കിടന്നിട്ട് ഊഞ്ഞാലാടാം? അല്ലല്ല, ഊഞ്ഞാലുണ്ട്. പക്ഷെ ഇപ്പൊ വെള്ളത്തിൽ മുങ്ങിച്ചില്ല. അതുകൊണ്ട് നമുക്ക് വെള്ളത്തിൽ ആടാം. അതാണ് വെള്ളിക്കലിന്റെ പ്രത്യേകത. നമുക്ക് അങ്ങോട്ട് പോയിട്ട് കാണാം. നമ്മൾ ഈ വെള്ളിക്കലിനെ കുറിച്ചിട്ട് നമുക്ക് ചുമ്മാ ഇങ്ങനെ കുറച്ച് പറഞ്ഞു കഴിഞ്ഞാല്, അപ്പോൾ സബ്സ്ക്രൈബേഴ്സ്, ഈ വെള്ളിക്കൽ എന്ന് പറയുന്ന സ്ഥലം വളരെ മനോഹരമായ ഒരു സ്ഥലമാണ്. ഇവിടെ പലതരത്തിലുള്ള വന്യ ജീവികളും നമുക്ക് കാണാൻ പറ്റുന്നതാണ്. ഉദാഹരണത്തിന് ചെമ്മീൻ, പശു, പട്ടികൾ, പിന്നെ ചില പൂച്ചകൾ, ഇങ്ങനെയുള്ള വന്യമൃഗങ്ങളെല്ലാം നമുക്ക് വെള്ളിക്കലിൽ കാണാൻ പറ്റുന്നതാണ്. പിന്നെ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആൾക്കാർക്ക് കഴിക്കാൻ ഐസ്ക്രീംസ്, ചായ, ലഡു, മുട്ടാപ്പം തുടങ്ങിയിട്ടുള്ള ഐറ്റംസ് നമുക്ക് അവിടെ ലഭിക്കുന്നതാണ്. ബൂസ്റ്റ്, ചായ, കാപ്പി, ഏതാനും ചില നിമിഷങ്ങളിൽ നമ്മളത് കാണിക്കുന്നതായിരിക്കും അല്ലെ? ഓക്കെ, നമ്മൾ വെള്ളിക്കലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് കഞ്ചന ഷോപ്പ് ഇതാ ഇവിടെ ഒരു ഷോപ്പ് ഉണ്ട്. ഇവിടെ കുറെ ഷോപ്പ് ഉണ്ട്. ഇവിടെ ഒരു ഷോപ്പ്, ഇവിടെ രണ്ട് ഷോപ്പ് ഉണ്ടല്ലേ. ഈ പറഞ്ഞ സ്ഥലത്തു നിന്നാണ് നമ്മൾ പറഞ്ഞ ചായ, കടി സാധനങ്ങളെല്ലാം കിട്ടുന്നത്. തട്ടുകടി ഒന്ന് സൂം ചെയ്ത് കാണിച്ചു കൊടുക്കും. ഇവിടെ കടലക്ക എന്ന് പറയുന്ന ഒരു പ്രത്യേക ഐറ്റം കിട്ടുന്നതാണ്. നമ്മളിവിടെയുള്ള സ്ട്രീറ്റ് ലൈറ്റുകൾ സോളാർ പാനലിലാണ് പ്രവർത്തിപ്പിക്കുന്നത്. ഈ സോളാർ പാനലിനെ കുറിച്ച് സോളാർ പാനൽ നമ്മൾ സണ്ണിന് ചൂടെടുത്തിട്ടാണ്, എനർജി എടുത്തിട്ടാണ് സോളാർ ലൈറ്റ് കത്തിക്കുന്ന യാത്ര. ഇപ്പൊ നമ്മള് സണ്ണില്ലെങ്കിൽ അത് ലൈറ്റ് കത്തും. അതാണ് ഇപ്പൊ സൺ ഉണ്ടായോണ്ട് അത് ഓഫ് ആയിട്ടുണ്ടാവുള്ളൂ. രാത്രി ഇവിടെ മൊത്തം വെള്ളത്തിലെ മുങ്ങി. ഇവിടെ ഇരിക്കാനുള്ള സ്ഥലം ഇവിടെ ഉണ്ട്. ഇവിടെ മുതല് അങ്ങ് വരെയുണ്ട്, അങ്ങ് എവിടം വരെയുണ്ട്. അത് എവിടെല്ലോ ഉണ്ട് കേട്ടോ. ഇതാണ് നിങ്ങൾക്ക് എവിടെ വന്നാലും തളർന്നാലും ഉറങ്ങാൻ സ്ഥലമുണ്ട്. ഇവിടെ തന്നെ ഇങ്ങനെ ഈ സ്ഥലത്തുള്ള നിങ്ങൾക്ക് ഏത് സമയത്ത് വന്നാലും സുഖമായി ഉറങ്ങാൻ ഇവിടെ സിമെന്റ് കൊണ്ടുണ്ടാക്കിയ ഷെൽട്ടേഴ്സ് അവൈലബിൾ ആണ് അല്ലേ? വല്ല പ്രശ്നമൊന്നും ഉണ്ടാവില്ല. ഉറങ്ങുമ്പോൾ നല്ല സൺസെറ്റിൽ കൊണ്ട് നമുക്ക് ഉറങ്ങാം. നമ്മളിപ്പോൾ ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കുകയാണ്. പുറത്തുനിന്ന് വെച്ചാൽ അപ്പോൾ ഗായ്സ്, പിസ്ത വേണോ വാനില വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിലായിരുന്നു നമ്മൾ. കുറച്ച് സമയം എടുത്തു. ഒരു വാനിലയും 2 പിസ്തയും. ഓൾഡ് ജനറേഷൻ വാനിലയാണ് ഇഷ്ടപ്പെടുന്നത്, ന്യൂ ജനറേഷൻ പിസ്തയാണ് ഇഷ്ടപ്പെടുന്നത് അല്ലേ? ചേട്ടൻ ഐസ്ക്രീം എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഗായ്സ്, നമുക്ക് ഐസ്ക്രീം കിട്ടിയിരിക്കുകയാണ്. നല്ല ടേസ്റ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. പിസ്ത ഐസ്ക്രീം ആണ്, നല്ല ടേസ്റ്റ് ഉണ്ട്. പിന്നെ എത്ര മധുരം ഇട്ടോ? 1 കിലോഗ്രാമെല്ലാം ഇട്ടിട്ടുണ്ട്. ഇത് നാച്ചുറൽ പിസ്തയാണ്. നാച്ചുറൽ പിസ്ത എന്ന് പറയുമ്പോൾ ശരിക്കും പിസ്ത സ്ഥലത്തുനിന്ന് പിസ്ത വാങ്ങിച്ച് പിസ്ത മേടിച്ചിട്ട് ഉണ്ടാക്കുന്ന പിസ്ത, റിയൽ പിസ്ത. ഓക്കെ, എന്തുകൊണ്ടാണ് താങ്കൾ ചിരിച്ചത് എന്നുള്ളത് വ്യക്തമാക്കണം. അന്ന് നീ ചിരിച്ചേ അല്ല? പിസ്ത സാധാരണ പിസ്ത ചെടിയിൽ നിന്നാണോ ഉണ്ടാക്കുന്നത്? പിസ്ത മരത്തിൽ നിന്നാണോ ഉണ്ടാക്കുന്നത്? പിസ്ത ചെടിയാണ്. അത് പിസ്ത മരമാണോ?
അതെ, അത് എവിടുന്ന വരുന്നത്? പിസ്ത മരത്തുനിന്നാണോ? പിസ്ത ചെടിന്നല്ല, ചെടിന്ന് വരില്ല, മരത്തിനാടെ ഒരു കുരു വരും. നോട്ട് ദ പോയിന്റ്. ബുദ്ധിയാണ് കുറച്ച്. പക്ഷെ ഇത് ഒറിജിനൽ BMW ആണ് കേട്ടോ. ഓ, അതിനെ കുറിച്ച് ഒന്ന് പറയൂ. എന്താ പറയാ? ബായഷ മോട്ടോ വർക്ക്. ഓ, BMW അല്ല, W അല്ല, VM. സ്പാനിഷിൽ പറയുന്നേ. സ്പാനിഷ് വണ്ടി അത്. ജർമ്മനി. ആ, ചെറിയൊരു പക്ഷക്കാരിക്കും പറ്റും. ഓക്കെ, പിന്നെന്താ പറയാനുള്ളത്? പിന്നെ ഈ വണ്ടിക്ക് നല്ല സ്പീഡ് ഉണ്ട് കേട്ടോ. നിങ്ങളൊന്ന് വീഡിയോ ബാക്ക് എടുത്ത് നോക്കിക്കോട്ടാ. ബൂട്ട് സ്പേസിനെ കുറിച്ചിട്ട് പറഞ്ഞല്ല. വണ്ടിനെ കട്ടി സ്പേസ് ബൂട്ടിലും. ഓക്കെ, ഇതെന്താ? ഇനി ഡോണറ്റ് ടയർ വരുന്നില്ല, പക്ഷെ നമ്മള് വാങ്ങിച്ചിട്ട് വെച്ചത് ഇത്. ഓക്കെ, എന്താണ് ഡോണറ്റ് ടയർ? സ്റ്റെപ്പിന് ഓ വാവ്. ഓക്കെ, ഇതിന്റെ അടിയിലാണ് വെച്ചെങ്കിൽ വണ്ടിന്റെ ടയറും പൊട്ടിക്കൊളുത്താളും തന്നെ. അതാണ്. അപ്പോൾ ഗൈസ്, ഇസു പറയുന്നത് വെള്ളിക്കീൽ വെച്ചിട്ട് അദ്ദേഹം കഴിഞ്ഞ വിസിറ്റിൽ ഷാർക്സിനെ കണ്ടു എന്നുള്ളതാണ്. അതിന് ശാസ്ത്ര സമൂഹത്തിന് അത് വിശ്വസിക്കാൻ കുറച്ച് പാടാണെന്നാണ് എൻ്റെ അഭിപ്രായം. അപ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക്. ഷാർക്കിനെ കണ്ടു എന്ന് പറഞ്ഞത് സത്യമാണോ? ഷാർക്കല്ല, ഷാർക്ക് പോലത്തെ ഒരു മീന് ഇങ്ങനെ പെരുന്ന പോലത്തെ ഒരു ലൈന്. ഷാർക്കല്ല, അല്ല, അങ്ങനത്തെ ഒരു ഷാർക്കിനെ പോലെ തോന്നിക്കുന്ന ഒരു മീൻ. അപ്പൊ നമ്മള് ശാസ്ത്രം ജയിച്ചിരിക്കുകയാണ്, നമ്മൾ അത് അംഗീകരിക്കുന്നു. ഓക്കെ, പിന്നെ അടുത്ത ടോപ്പിക് എന്താ? ഇത്രേ ഉള്ളൂ. അല്ല, നമുക്ക് ആടെ പോവാം. അവിടെ നല്ല സ്ഥലത്ത് ആടെ നല്ല സ്ഥലം. അങ്ങോട്ടൊരു വഴിയുണ്ട്. ഒരു വ്യൂ സ്പോട്ടിലേക്ക് പോയി അവിടെ ഇരിക്കാനും സ്ഥലം ഉണ്ടോ നോക്കാം. Yes, we are going to a view spot. മലേന്റെ മുകളിലാ? മലേന്റെ മുകളിലെത്തണം? അല്ല, ഇങ്ങനെ പോയാലെത്തു. ഓക്കെ, ഇതെല്ലാം കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഓക്കെ, എനിക്ക് ശരിക്കും അറിയോ? ആ, ഉപ്പാനപ്പുറം പോകുന്നതാ. നമ്മള് റെക്കോർഡ് ചെയ്യാത്ത സമയത്ത് വേണമെങ്കിൽ സ്റ്റോപ്പ് ചെയ്തോ. ഇട്ടിരിക്കുന്നു നമ്മളത്. ഓക്കെ, തരിക്കും. ഈ കുന്ന് കയറുന്നത് സ്പോർട്സില്. അയ്യോ, കാണുമ്പോ ഒന്നും ഉണ്ടാവില്ല, പക്ഷെ സ്പീഡ് ഉണ്ട്. നല്ലതാവണം. ഇതെന്ത് ഇവിടെ മറ്റെന്താ പറയാ, റബ്ബർ തോട്ടം. ആ, റബ്ബർ തോട്ടം. അവിടെ കുറച്ച് റബ്ബറുണ്ട്. ബ്ലൂ കളർ റബ്ബറാ? അല്ല, അത് അവര് മാർക്ക് ചെയ്യുന്നതാണ് ഓരോ റബ്ബർ മരങ്ങൾ. ഓക്കെ, നമ്മൾ പറഞ്ഞ സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇതെന്നെ അങ്ങോട്ട് പോകണം. അവിടെ എവിടെയൊക്കെ പാർക്ക് ചെയ്യുന്നുണ്ട്, അവിടെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് നോക്കാം. ഗൈസ്, ഇതെന്താ സാധനം? സ്റ്റേജ്, ഫുട്ബോൾ സ്റ്റേജ് പോലെ ഉണ്ട്. അമ്മ, എന്തൊരു മോളാ ഇവിടെ. ഇതെന്താ? അതെന്താണെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. മോൾ ആണ് എന്നൊരു സജഷൻ നമുക്ക് പുറകെ സീറ്റിൽ നിന്ന് വന്നിരിക്കുകയാണ്. പക്ഷെ ഈ ഗ്രാമപ്രദേശത്തിൽ ഒരു മോളിന്റെ ആവശ്യമുണ്ടോ എന്ന് ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. അങ്ങനെ നമ്മൾ മോറാഴ കോഓപ്പറേറ്റീവ് ആർട്സ് ആൻഡ് സയൻസ് കോളേജിലേക്ക് എത്തിയിരിക്കുകയാണ്. അവിടെ നിന്ന് വീണ്ടും നമ്മുടെ യാത്ര പുരോഗമിക്കുകയാണ്. നല്ല സ്പീഡ് ഉണ്ടോ? അതാ പറയാൻ സ്വിച്ച്. അത് ഡോറ് ലോക്ക് ചെയ്യുന്നതും അതുപോലെ തന്നെ ഹസാർഡ് ലൈറ്റും ആണ്.
ഹസാർഡ് ലൈറ്റ്സ് ഡോർ ലോക്ക് ചെയ്യാൻ വേണ്ടി. കുട്ടികൾ കയറുന്ന സമയത്ത് നമ്മൾ ഡോർ ലോക്ക് ചെയ്യും. നിങ്ങളുടെ കാര്യമല്ല കേട്ടോ പറഞ്ഞത്, കുട്ടികളുടെ കാര്യമാണ്. ബേബീസ് ഇതിന്റെ ലോക്ക് എവിടെയാ? അല്ല, അത് നമ്മൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മൾ തുറക്കരുത് എന്നാണ് എന്റെ അഭിപ്രായം. നമ്മൾ ലോക്ക് ആക്കിയിട്ടുണ്ടെങ്കിലും അങ്ങനെയില്ല. ഇപ്പോൾ വണ്ടിക്കൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാവില്ല, ഇത് ഇങ്ങനെ ഒരു സംഭവം എടുക്കാൻ അതില്ല നമുക്ക്. കാരണം അത് ഇവിടുന്നാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് തിരിച്ചു വിട്ടാലോ? നമ്മളിപ്പം മോറാഴയിൽ നിന്ന് നമ്മൾ തിരിച്ച് വെള്ളിക്കീൽ വഴി 7-ാം മൈലിലേക്ക് പോവുകയാണ്. അതാണ് നമ്മുടെ നെക്സ്റ്റ് പ്ലാൻ ഓഫ് ആക്ഷൻ. ഓക്കെ, സീ യു സബ്സ്ക്രൈബേഴ്സ്. ബൈ. കുറച്ച് ഒച്ചത്ത് പറഞ്ഞാലേ കേൾക്കുള്ളൂ. അപ്പോൾ ഗൈസ്, നമ്മൾ ഷവർമ കഴിക്കാൻ വന്നിരിക്കുന്നു. ഇത് മൊത്തം മസാല, ഇതല്ല. ബൂസ്റ്റിനെ കുറിച്ചിട്ട് പറയുന്നില്ല, ബൂസ്റ്റിനെ കുറിച്ച് പറയണം. പറയേണ്ട ആവശ്യമില്ല അല്ലേ? ഓക്കെ, നമ്മൾ ഷവർമ കഴിക്കാൻ പോവുകയാണ്. ഒരു പ്രത്യേക രീതിയിലാണ് ഇത് ഷവർമ കഴിക്കുന്നത്. അതിനെക്കുറിച്ചിട്ട് ഈ രീതിക്ക് എന്താ പറയുന്നത്? ഇത് സദാ ഫുഡും ഷവർമന്റെ മസാലയും ഫുഡിലെ രീതി. അതിന് പ്ലേറ്റ് ഷവർമ എന്നിട്ട് വേറൊരു ഐറ്റം കിട്ടുമായിരുന്നു, പക്ഷെ അതിൽ താല്പര്യമില്ല. നമുക്ക് ആക്കാൻ ഇങ്ങനെ തുറന്നിട്ട് നമ്മൾ അങ്ങനെ പ്രത്യേകിച്ച് വാങ്ങിക്കേണ്ട കാര്യമില്ല, നമുക്ക് തന്നെ ആക്കാം അല്ലേ? ഓക്കെ, എന്താണ് ഈ ഭക്ഷണ രീതിയെ കുറിച്ചിട്ട് പറയാനുള്ളത്? പക്ഷെ അതിലൊരു ത്രില്ലില്ലാതാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഗൈസ്, നമ്മൾ ഈ വെള്ളിക്കിന്റെ വീഡിയോ ഇവിടെ നിർത്തലായി. അപ്പോൾ അടുത്ത സ്ഥലത്ത് പോകുമ്പോൾ നമ്മൾ അടുത്ത വീഡിയോയിലേക്ക് അടുത്തൊരു വ്ളോഗുമായി നമ്മൾ തിരിച്ചു വരുന്നതായിരിക്കും. Peace out, like, subscribe, comment, press the bell icon and do everything you can.